പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം എന്ന് പല രാഷ്ട്രീയക്കാരും ചോദിച്ചിട്ടുണ്ട്. കോടതികളും പറഞ്ഞിട്ടുണ്ട് ഇനി അങ്ങനെ പറഞ്ഞാൽ എന്താ കുഴപ്പം, ഒരാളുടെ സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം ആർട്ടിക്കിൾ 21 ഭരണഘടന ഉറപ്പു നൽകുന്ന മൗലികാവകാശമാണ്, അങ്ങനെയൊക്കെ പറയാം എന്നൊക്കെയാണ് കോടതികൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിക്ക് ഒരു കുറ്റബോധം തോന്നിയിട്ട് കോടതി പറഞ്ഞിരിക്കുന്നു, ഇങ്ങനെയൊക്കെ പറയുന്ന ആളുകളോട് നമ്മൾ ഒരുപാട് സഹിഷ്ണുത കാണിച്ചു, അവരുടെ ലിബർട്ടിയെ സ്വാതന്ത്ര്യമാണെന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ യുവന്മാരുടെ എണ്ണം കൂടി വരിക, അതുകൊണ്ട് അതിനി പറ്റത്തില്ല. ഒരാളെ, അയാളുടെ പേര് അൻസാർ അഹമ്മദ് സിദ്ദീഖ്, ഇയാൾ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുന്ന സമയത്ത് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞൊരു ഫേസ്ബുക്ക് വീഡിയോ കിട്ടും. അതിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലാണ്. ജാമ്യാപേക്ഷ കൊടുത്തപ്പോൾ കോടതിയോട് പറഞ്ഞു ഇതെൻ്റെ മൗലികാവകാശമാണ്, എനിക്ക് പ്രകടനത്തിനുള്ള സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യമൊക്കെ ഭരണഘടന ഉറപ്പു തരുന്നുണ്ട്. അപ്പോൾ കോടതി പറഞ്ഞു, ജസ്റ്റിസ് സിദ്ധാർത്ഥ് പറഞ്ഞു അത് ശരിയാണ്, ആർട്ടിക്കിൾ 21 അങ്ങനെയൊക്കെ പറയുന്നുണ്ട്, പക്ഷേ ഇയാൾ പറഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്യുകയാണ്. അങ്ങനെയുള്ള ഒരുത്തൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 21 ചോദിച്ചുകൊണ്ട് വരണ്ട, ഞങ്ങൾക്ക് തെറ്റുപറ്റിയിട്ടുണ്ട്, ഞങ്ങളാണിത് വളർത്തിയത് എന്ന് പരോക്ഷമായി അലഹബാദിലെ കോടതി പറയുന്നു. ഇത് പൊതുവേ നമ്മുടെ എല്ലാ കോടതികൾക്കും വേണ്ടിയുള്ളൊരു വർത്തമാനമല്ലേ? ആണ്. പക്ഷെ അത് തുടങ്ങി വെച്ചത് അലഹബാദ് ഹൈക്കോടതിയല്ല, സുപ്രീം കോടതിയാണ്. ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം സുപ്രീം കോടതിയുടെ വിധികൾ എടുത്ത് നോക്കുക, ഒന്ന് രൂപം മാറി. ആ രൂപം മാറിയെന്ന് മാത്രമല്ല, ഈ ചീഫ് ജസ്റ്റിസ് ഗവായി അദ്ദേഹത്തിൻ്റെ ഒരു പ്രഭാഷണത്തിൽ പറഞ്ഞു, ഈ ദേശസുരക്ഷ സുപ്രീം കോടതിയും ബാധിക്കുന്നൊരു കാര്യമാണ്. ഇത്രേ പറഞ്ഞോളൂ. ഇതുവരെ ദേശസുരക്ഷ സുപ്രീം കോടതിക്ക് ബാധകമായിരുന്നില്ല. ദേശം ആരെങ്കിലും രക്ഷിച്ചോളണം, ഞങ്ങൾ അതിനും മുകളിലാണ്. അങ്ങനെയല്ല, നിങ്ങളതിന് താഴെ. ഇതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഒരു മിസൈൽ ഡൽഹിക്ക് നേരെ വന്നു. ഡൽഹിയിൽ നിന്ന് കുറേ അക്കലെ സിർസയിൽ 100-200 കിലോമീറ്റർ സിർസയിൽ വെച്ച് തന്നെ പട്ടാളക്കാർ, ഇന്ത്യൻ പട്ടാളം ഈ സാധനത്തെ നിർവീര്യമാക്കി. പക്ഷെ അത് സുപ്രീം കോടതിക്ക് ഞെട്ടലുണ്ടാക്കി. ഡൽഹിയിൽ മിസൈൽ വന്ന് വീഴുക, ഇപ്പം ഈ അലമ്പന്മാരെയൊക്കെ തുറന്നു വിട്ടതാരാ? നമ്മളല്ലേ? ഇങ്ങനെയൊക്കെയുള്ള ചിന്താഗതി ഉണ്ടായി. അതിനുശേഷം ഈ പാകിസ്ഥാൻ പൗരനാണ് ഞാൻ, എന്നെ പട്ടാളക്കാർ ഉപദ്രവിക്കുന്നത്, ഞാൻ ഇന്ത്യയിലാണ്, കഴിഞ്ഞ 26 വർഷമായിട്ട് ഞാൻ ഇവിടെയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ഇതുപോലത്തെ അപേക്ഷകൾ ആർട്ടിക്കിൾ 32 വെച്ച് മൗലികാവകാശ ലംഘനമാണെന്നൊക്കെ പറഞ്ഞുള്ള ഈ സാധനമൊക്കെ സുപ്രീം കോടതി തള്ളിവിട്ടു. മര്യാദയ്ക്ക് വാദക്ക് പോലീസ് എന്താണെന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ തീരുമാനിക്കുന്നതാണ്, ഞങ്ങൾ ഇത്തരം കേസൊന്നും എടുക്കില്ല. അത് വലിയ ഷോക്കായി. അതായത് കാശ്മീരിൽ നിന്ന് ഒരു ഭാര്യ, ഭർത്താവ്, കുട്ടിയുണ്ട്, അതുകൂടാതെ ഭാര്യ ഗർഭിണിയാണ്. ഇപ്പം സ്ത്രീകൾ, കുട്ടികൾ, ഗർഭിണികൾ, സംഗതി ഫോർമുല എത്തും. അപ്പോൾ ഷുവർ ഫയർ അല്ലേ ഇത്? ഇതാകും സുപ്രീം കോടതി തട്ടിക്കയറുമെന്ന് പറഞ്ഞു. സുപ്രീം കോടതി ഒരു ചുക്കും ചെയ്തു പോയി പണി നോക്കാം, ജമ്മു കാശ്മീർ ഹൈക്കോടതി പോകും എന്ന് പറഞ്ഞു വിട്ടു. കപിൽ സിബലൊക്കെ ഞെട്ടിപ്പോയി. വാട്ട് ഈസ് ഹാപ്പനിങ്? കാരണം സ്ത്രീ, കുട്ടി, ഗർഭിണി, ഈ സാധനം വന്നു കഴിഞ്ഞാൽ ഫോർമുല മുസ്ലിം. അതുകൊണ്ട് 4 ഇൻഗ്രീഡിയൻസുമായി പക്ക കേസാണ്. നരേന്ദ്രമോദി എന്തൊരു പറഞ്ഞ് സകലതിനെയൊക്കെ ചീത്ത വിളിച്ച് വാൻ പെർഫോമൻസ് നടത്തേണ്ടതാണ് സുപ്രീം കോടതി. നേരെ തിരിഞ്ഞു. ഈ പെർഫോമൻസ് നടത്തിയില്ല എന്നുള്ളത് പോട്ടെ, തിരിച്ച് അവരുടെ അടുത്ത് പെർഫോമൻസ് നടത്തി. തേമ്മാടിത്തരം കാണിച്ചിട്ട് സുപ്രീം കോടതി വന്നിരിക്കുന്നു, ഇവിടെ നിങ്ങളെ നേരെ ജയിലിൽ വിടേണ്ടതാണ്, ഞങ്ങളത് ചെയ്യുന്നില്ല. എനിവേ, നിങ്ങൾക്ക് ഇനിയും ഇത് മോശമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ ജമ്മു കാശ്മീർ ഹൈക്കോടതി പോയിട്ട് അവിടെ നിന്ന് തുടങ്ങിയിട്ട് വാ, പിന്നെ നോക്കാം. ഒരു കേസ് അങ്ങനെ പറഞ്ഞു, രണ്ടാമത്തെ കേസ് പറഞ്ഞു, മൂന്നാമത്തെ കേസ് പറഞ്ഞു. അപ്പോൾ മനസ്സിലായി ഇത് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ആഫ്റ്റർ എഫക്റ്റാണ്. ഒരൊറ്റ മിസൈൽ. നമ്മൾ ഇത്രയും കാലം കിടന്ന് ബുദ്ധിമുട്ടിയിട്ട് ഈ ജഡ്ജിമാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല. നമ്മുടെ നിലവിളിയേക്കാൾ എത്രയോ പ്രയോജനം, 140 കോടി ജനങ്ങളുടെ നിലവിളിക്ക് ഒരു പ്രയോജനം ഉണ്ടായില്ല. പക്ഷേ പാകിസ്ഥാൻ്റെ ഒരൊറ്റ മിസൈൽ 200 കിലോമീറ്റർ അകലെ വെച്ച് ഇന്ത്യൻ പട്ടാളം തകർത്ത് കളഞ്ഞെങ്കിലും അതിന് ഫലമുണ്ടായി. തടിയെ കൊള്ളുന്നതായ ആർക്കും അത് നൗ ദാറ്റ് ഈസ് പെർക്കുലേറ്റിംഗ് ഡൗൺ എവരിവെയർ.
അതാണ്. ബട്ട് അലഹാബാദ് ഹൈക്കോടതി ഒരു കാര്യമുണ്ട്, അവരിതിനു മുമ്പും ഇതുപോലെ ഈ സുപ്രീം കോടതിയുടെ ഫോർമാറ്റിൽ ഓപ്പറേറ്റ് ചെയ്യാത്ത ധാരാളം കോടതികളുണ്ട്. ഫോർ എക്സാമ്പിൾ മദ്രാസ് ഹൈക്കോടതി, അവർ സുപ്രീം കോടതി പ്രിൻസിപ്പിൾ വെച്ചല്ല ചെയ്യുന്നത്, അവർ കുറെ കൂടെ വഷളായിട്ട് പോകുന്നവരാണ്. കർണാടക ഹൈക്കോടതി ഇൻഡിപെൻഡൻ്റ് ആയിട്ട് സ്റ്റെർലിംഗ് ജഡ്ജ്മെൻറ്റ്സ്, കർണാടക ഹൈക്കോടതി, ബോംബെ ഹൈക്കോടതി, മധ്യപ്രദേശ് ഹൈക്കോടതിയൊക്കെ. അലഹാബാദ് ഹൈക്കോടതി ഇപ്പോൾ ഹിസ്റ്റോറിക്കലി ഒരുപാട് ജഡ്ജ്മെൻറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്നാമത് ഒരുപാട് ജഡ്ജ്മെൻറ്റ്, വളരെ വലിയൊരു കോടതിയാണ് അലഹാബാദ് ഹൈക്കോടതി. അതുകൂടാതെ അതിൻ്റെ ലഖ്നൗ ബെഞ്ച് വേറെ. അപ്പോൾ ഇങ്ങനെയൊക്കെ ആയിട്ട് ജഡ്ജിമാരുടെ വലിയൊരു പ്രപഞ്ചമാണത്. അവരുടെ ഡിഫറെൻറ്റ് ജഡ്ജ്മെൻറ്റ്സ് ഒക്കെ വരാറുണ്ട്. ഡൽഹി ഹൈക്കോടതിയാണ് ബിക്കോസ് ഓഫ് പ്രോക്സിമിറ്റി ആയിരിക്കും, സുപ്രീം കോടതിയുടെ ഭരണത്തുള്ളതാണല്ലേ. അപ്പോൾ അവരേകദേശം സുപ്രീം കോടതിയുടെ ഇതേ ലിബറൽ ഇതിൽ പോകും. ബോംബെ ഹൈക്കോടതിയും ചിലപ്പോഴൊക്കെ ഈ ലിബറൽ സ്വഭാവത്തിന് വഴങ്ങാറൊക്കെയുണ്ട് ചില ബെഞ്ചുകളൊക്കെ. എന്നാലും അത് മാറി വരുന്നു എന്നുള്ളതിൻ്റെ ഒരു ലക്ഷണമാണ്. ഈ പുലിവാൽ ഉണ്ടാക്കി വെച്ചത് സുപ്രീം കോടതിയാണ്. ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. ഇത് നമ്മുടെ കൃഷ്ണയ്യർ സ്വാമിയുടെ ഒരു ജഡ്ജ്മെൻറ്റിലാണ് ഈ സാധനം. അത് ഇറ്റ് റൈംസ് വെൽ, കേൾക്കാൻ സുഖമുള്ള വാക്കാണ്. ബെയിലും ജയിലും ഒരു താളമൊക്കെ ഉണ്ട്, ഒരു താളം. സ്വാമി അത് എഴുതിയത് 1986 മറ്റാണ്. അതവിടെ കിടന്നു. പലരും ഇത് ഉദ്ധരിക്കാറൊക്കെയുണ്ട് ജാമ്യം കിട്ടാനൊക്കെ ആയിട്ട്. ഹൈക്കോടതിയിലൊക്കെ ഇങ്ങനെ പറയും ആഫ്റ്റർ ആൾ കൃഷ്ണയ്യരുടെ ജഡ്ജ്മെൻറ്റ്. അതിലൊരു തമാശയുണ്ട് കേട്ടോ. നമ്മുടെ ഇവിടെ എറണാകുളം CJM കോടതിയിൽ എനിക്കറിയാവുന്ന ഞാനൊരു മാറ്ററിന് അവിടെ നിൽക്കുന്നു. അപ്പോൾ ഈ പയ്യൻ വക്കീലും വന്ന് കുറേ ഗ്രന്ഥം അത് പക്ഷേ എന്താണ് ചേട്ടാ ഒരു ബെയിൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഞാൻ പറഞ്ഞു അതിന് ഇത്ര വലിയ സാധനം എന്താ? അല്ല അത് സുപ്രീം കോടതി ജഡ്ജ്മെൻറ്റ്സ് അത് MN വെങ്കടചലയ്യ, VR കൃഷ്ണയ്യർ, ഗജേന്ദ്ര ഗാഡ്കർ, ഇതൊക്കെയാണ് ഇരിക്കുന്ന കയ്യിൽ. ഞാൻ പറഞ്ഞൊരു കാര്യം ചെയ്യും, അവതാ പറഞ്ഞ് ബെയിൽ മേടിക്കും. എൻ്റെ പോലും സാർ പറ്റിപ്പോയതാണ്, പാവമാണ് എന്നൊക്കെ പറയും. അതല്ലാതെ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ തട്ട് മേടിക്കുന്നു. അല്ല, കൃഷ്ണയ്യരുടെ ക്ലിയർ ജഡ്ജ്മെൻറ്റാണ്. ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. ഞാൻ പറഞ്ഞു കാണിക്കല്ലേ മുന്നേ, അതൊക്കെ വെറുതെ മജിസ്ട്രേറ്റിന് ദേഷ്യം വരുന്നു. അല്ല ഒന്ന് വാദിച്ച് നോക്കാമല്ലോ. ഇതുപോലെ തന്നെ ആദ്യത്തെ പോയിന്റ് തന്നെ ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. ദിസ് ഈസ് ജഡ്ജ്മെൻറ്റ് ബൈ ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. അന്ന് കൃഷ്ണയ്യർ സ്വാമി ജീവിച്ചിരിപ്പുള്ള കാലമാണ്. മജിസ്ട്രേറ്റ് മടക്കിയിട്ട് പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യും, കൃഷ്ണയ്യരോട് പോയി ജാമ്യം മേടിക്കും. നെക്സ്റ്റ്. ഇവനൊന്നും പറയാനില്ല. അപ്പോഴത്തേക്ക് അടുത്ത കേസ് വിളിച്ചു കഴിഞ്ഞു. CC 3646 ജോസഫ് എന്ന് പറഞ്ഞ അടുത്ത ആൾ വരുന്നു. ഇടിവെട്ടി പോലെ നിൽക്കുക. ഇവനൊന്നും ചെയ്യാൻ പറ്റില്ല. അടുത്ത കേസ് വിളിച്ചില്ലേ, കൃഷ്ണയ്യരുടെ അടുത്ത് പോയി മേടിച്ചോളാം ഞാൻ. പുറത്തിറങ്ങി ഒച്ചോട്ടോ കണ്ടില്ലേ. ഞാൻ പറഞ്ഞു ഞാൻ നിന്നോട് ആദ്യമേ പറഞ്ഞു കൃഷ്ണയ്യരെ കൊണ്ടുവന്ന് മജിസ്ട്രേറ്റിനെ പേടിപ്പിക്കരുത്. നമ്മൾ സാധാരണ ക്രിമിനൽ കേസിൽ ബെയിൽ മേടിക്കുന്നത് എങ്ങനെയാണ്? അയ്യോ പറ്റിപ്പോയതാണ്. അല്ല ഇപ്പം ഇനി ചെയ്തു എന്ന് തന്നെ വെച്ചോ, എന്നാൽ തന്നെ ഇത്രയും ദിവസം ജയിലിടേണ്ട കാര്യമുണ്ടോ? പാവമാണ്, അച്ഛനും അമ്മയും ഇല്ലാത്തവനാണ്. ഏത് അച്ഛനും അമ്മയും കൊന്നിട്ടാണ് വന്നിരിക്കുന്നത്. അച്ഛനും അമ്മയും ഇല്ലാത്ത അനാഥനാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെയാണ് ബെയിൽ മേടിക്കുന്നത്. ബെയിൽ ഡിസ്ക്രിപ്ഷൻ അല്ലേ? അതെ. അതുകൊണ്ട് വല്ലാതെ അങ്ങോട്ട് ലോ പോയിൻ്റൊക്കെ ഇട്ട് വെച്ചാൽ, അതേസമയം മജിസ്ട്രേറ്റ് തിരിച്ച് ചോദിക്കുകയാണെന്ന് വെച്ചോ, ഓൺ വാട്ട് ബേസ് യു ഷോ മീ സം പ്രസിഡൻസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പ്രസിഡൻസ് ഉണ്ട്, ഇതിലും ഹീനമായ കൃത്യം ചെയ്തവന് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെ പറയും. അതല്ലാതെ നിങ്ങൾ കൊണ്ടുചെന്ന് കഴിഞ്ഞാൽ മിക്കവാറും മജിസ്ട്രേറ്റുമാർ പോയി പണി നോക്കാം. ഇതാണ്. അപ്പോൾ അങ്ങനെ കൃഷ്ണയ്യർ എഴുതിയ ഒരു ജഡ്ജ്മെൻറ്റിലാണ് ഈ സാധനം വന്നത്. ഈ സുപ്രീം കോടതി സകല ബെയിൽ കേസും എടുക്കുകയല്ല. അപ്പോൾ അങ്ങനെ സകല ബെയിൽ കേസും സുപ്രീം കോടതിയിൽ പോയി ലാൻഡ് ചെയ്യാൻ തുടങ്ങി. സുപ്രീം കോടതി കഴിഞ്ഞ വർഷം വിഷമിച്ചു. സുപ്രീം കോടതി പറഞ്ഞു കീഴ്ക്കോടതികൾ ബെയിൽ കൊടുക്കുന്നില്ല, എല്ലാവരും കൂടെ ഞങ്ങളുടെ അടുത്ത് വരുന്നു. ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ. ആ തിയറി എല്ലാവരും മറന്നുപോയ പോലെ തോന്നുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങളത് ഒന്നുകൂടെ റീഇൻസ്റ്റേറ്റ് ചെയ്യുകയാണെന്നൊക്കെ പറഞ്ഞിട്ട് ബെയിൽ കൊടുത്തോളാൻ പറഞ്ഞു. ഉടനെ എല്ലാ കോടതിയും ബെയിൽ കൊടുക്കാൻ തുടങ്ങി ഈ ജഡ്ജ്മെൻറ്റ് കാണിച്ചിട്ട്. സകല കേരള ഹൈക്കോടതിയൊക്കെ എടുത്ത് നോക്കിക്കോ, ബെയിലിന് ഫോർമാറ്റ് ഉണ്ട്. ബെയിൽ കൊടുക്കാനും ബെയിൽ നിഷേധിക്കാനും ഫോർമാറ്റുണ്ട്. കാരണം ഇതൊക്കെ ഡെയിലി ഇരുന്ന് 10, 300, 500 ബെയിൽ ആപ്ലിക്കേഷനാണ് ഒരു ദിവസം വരുന്നത്.
അവർക്കിത് എന്ത് ചെയ്യാൻ പറ്റും? ഇതെല്ലാം ഇരുന്ന് എഴുതാൻ പറ്റുമോ? ഇപ്പോൾ സ്റ്റാൻഡേർഡ് ഫോർമാറ്റ് തയ്യാറാക്കി ബെയിൽ കൊടുക്കാനുള്ള ജഡ്ജ്മെൻറ്റ്സ്, ബെയിൽ ഈസ് റൈറ്റ്, ജയിൽ ഈസ് എക്സെപ്ഷൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കോപ്പി പേസ്റ്റ് ചെയ്താൽ മതി. കോപ്പി പേസ്റ്റ് ചെയ്യുക. അങ്ങനെ അവൻ പ്രാക്ടിക്കലി അങ്ങനെ നടക്കുള്ളൂ. അല്ലെങ്കിൽ ഒന്നും ചെയ്യാതെ ഇത് എത്ര കാലം കിടക്കും? ഓൾറെഡി അവൻ 2 മാസമായി 3 മാസമായി ജയിലിൽ കിടക്കുന്നു. പിന്നെ ഈ ജഡ്ജ്മെൻറ്റ് എഴുതാൻ താമസിച്ച് പിന്നെ അവനെ ജയിലിലിടണം. ബെയിൽ കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചും കഴിഞ്ഞു. അപ്പോൾ അപ്പം തന്നെ റെഡിയാക്കി അന്ന് വൈകുന്നേരം തന്നെ 5 മണിക്ക് ഇത് ചെയ്ത് 6 മണിക്ക് ജയിലിൽ കൊണ്ടുപോയിട്ട് ഇവൻ പുറത്തിറങ്ങണം. ആ ജഡ്ജിയുടെ ഗതികളൊന്നും ആലോചിച്ച് നോക്കുക. ഹൗ ഫാസ്റ്റ് ഹി ഹാസ് ടു വർക്ക് ആൻഡ് നോട്ട് ഓൺലി ഫോർ വൺ മാൻ, ഫോർ സെവറൽ പീപ്പിൾ. ഇതാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ സ്ട്രിക്ട്ലി സ്പീക്കിംഗ് സുനിൽ ആലോചിച്ച് നോക്ക്, പാകിസ്ഥാൻ സിന്ദാബാദ് എന്നൊരാൾ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ഇന്ത്യ വിരുദ്ധതയുണ്ടോ? ഉണ്ടോ? ഇല്ല, ടെക്നിക്കലി ഇല്ല. ഒരു കോടതിയിൽ വന്നു കഴിയുമ്പോൾ അതിൽ ഇന്ത്യ വിരുദ്ധതയില്ല. പാകിസ്ഥാൻ നിങ്ങളുടെ എനിമി സ്റ്റേറ്റ് ആയിട്ട് നിങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ടോ? ഈവൻ ഓപ്പറേഷൻ സിന്ദൂർ അല്ല, ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പാകിസ്ഥാൻ ജയിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഇന്ത്യ വിരുദ്ധതയില്ലേ? പാകിസ്ഥാൻ സിന്ദാബാദ് എന്നാണ് അതിലൊരു ജനറൽ ജയിക്കട്ടെ എന്നല്ലേ സിന്ദാബാദ്? അതെ, അത് ഇപ്പോൾ ഇന്ത്യ വിരുദ്ധതയാണെങ്കിൽ തന്നെ അത് ദ്രോഹമൊന്നും ആകുന്നില്ല. നമ്മളുടെ BNSൻ്റെയൊക്കെ കുഴപ്പം ഇതാണ്. ഇതിപ്പോഴല്ല, പണ്ട് മുതലേ ഉള്ളതാണ്. നമുക്കൊരു സെഡീഷൻ ലോ ഇല്ല. അല്ല, അത് ഇന്ത്യയും പാകിസ്ഥാനും ഞാൻ പറയുന്നത് രാജ്യദ്രോഹം എന്ന് പറയുന്നത് ഇല്ല. BNS എടുത്ത് നോക്കൂ, രാജ്യദ്രോഹത്തിന് ശിക്ഷയില്ല. ഗവൺമെൻറ്റിന് എതിരെ പ്രവർത്തിക്കുക, അതിനാണ് ശിക്ഷ. ഗവൺമെൻറ് അല്ലല്ലോ രാജ്യം. ഗവൺമെൻറ്റിനും ഉപരിയായ ഒരു സാധനമാണ് രാജ്യം. സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അതിന് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് എന്നർത്ഥം. അപ്പോൾ ഗവൺമെൻറ് ഇപ്പോൾ ഇന്ത്യ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത് വകുപ്പിലെല്ലാം. അപ്പോൾ ഗവൺമെൻറ്റിനെതിരെ സമരം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മറ്റ് ശമ്പള വർധനയ്ക്കുള്ള സമരമല്ല, അതല്ലാതെ ആംഡ് റിബല്യൻ എഗൻസ്റ്റ് ദ ഗവൺമെൻറ്, എഗൻസ്റ്റ് ദ നേഷൻ ആണ് ഈ സാധനമൊക്കെ വരുന്നത്. പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വെച്ചാൽ ഫലത്തിൽ രാജ്യത്തിന് എതിരായിട്ട് വരിക, പിച്ചിക്കീറി കഴിഞ്ഞാൽ രാജ്യത്തിന് എതിരല്ല. ഇങ്ങനെ സമർത്ഥമായിട്ട് ഇത് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അല്ല, എൻ്റെ സംശയം വീണ്ടും തീർന്നിട്ടില്ല. അതായത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ യുദ്ധത്തിലാണ്. ആ സമയത്ത് ഒരാളോ 10 പേരോ ടെക്നിക്കലി യുദ്ധത്തിലല്ല എന്ന് നിങ്ങൾ, ഓപ്പറേഷൻ സിന്ദൂർ വാസ് നോട്ട് എ വാർ. ഡിക്ലെയർ ചെയ്തിട്ടില്ല. ഇതൊക്കെ കോടതിയിൽ ഇതെല്ലാം വാദം വരുമല്ലോ. കോടതി നോക്കുമ്പോൾ ഇങ്ങനെയാണ്. യുദ്ധം ഉണ്ടായിരുന്നോ? എപ്പോ? യുദ്ധമില്ല. ഇറ്റ് വാസ് എ ക്ലാഷ്, സ്കിർമിഷ്. ഇതൊക്കെയാണ് 2 രാജ്യങ്ങൾ. പാകിസ്ഥാനും ഇത് യുദ്ധം എന്ന് പറഞ്ഞിട്ടില്ല, നമ്മൾ യുദ്ധം എന്ന് പറഞ്ഞിട്ടില്ല. യുദ്ധം ഡിക്ലെയർ ചെയ്തിട്ടുമില്ല. അതേസമയം യുദ്ധത്തേക്കാൾ വഷളായ അടി നടക്കുകയും ചെയ്യും. അതെ, ദിസ് ഈസ് ദ സിറ്റുവേഷൻ. ഇപ്പോൾ ഇതിൽ സാധാരണഗതിയിൽ കോടതി ഇതൊക്കെ വെച്ചിട്ട് ഇവന് ജാമ്യം കൊടുക്കേണ്ടതാണ്. ഇത്തവണ നിലപാട് കോടതി പറഞ്ഞു. ഇതൊരു ലിബറൽ കാഴ്ചപ്പാടാണ് ഇതിൻ്റെ വ്യാഖ്യാനം. BNSൻ്റെ വ്യാഖ്യാനം നിങ്ങൾ എങ്ങനെ നടത്തുന്നു? നിങ്ങളൊരു ലിബറൽ ജഡ്ജി ആണെങ്കിൽ ആവുന്നത്ര അയാളെ സഹായിക്കാനായിട്ട്. ഇയാൾക്ക് 62 വയസ്സായെന്നും രോഗമുണ്ടെന്നും ഒക്കെ പറഞ്ഞു. കാരണം ഇത് കൊടുക്കാൻ അവർ തീരുമാനിച്ചിട്ടില്ല, കൊടുക്കില്ല എന്ന് തീരുമാനിച്ചു. എന്നിട്ട് അവർ ഇത് കുറച്ചുകൂടെ നാരോ ഇൻ്റർപ്രിട്ടേഷൻ ആക്കിയിട്ട് അതിൽ പെടുത്തിയിട്ട് ജാമ്യം നിഷേധിച്ചു. ഇതാണ്. പ്രീവിയസ്ലി ഇതായിരുന്നില്ല. ഈ സാധനം വളരെ ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ നോക്കിയിട്ട് യുദ്ധം ഇല്ലായിരുന്നു പറഞ്ഞാൽ എന്താ കുഴപ്പമില്ലായിരുന്നു. പാകിസ്ഥാൻ സിന്ദാബാദ് പറഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞു ഇതൊക്കെ ഈ സാഹചര്യമാണ്. ഈ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ സമയത്ത് ഇത് പറഞ്ഞു. അല്ലാതെ ഒരുത്തം പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് പറഞ്ഞ് ഞാൻ പോകാൻ പറഞ്ഞു. ആ സിറ്റുവേഷൻ്റെ ആണ് ആ പ്രശ്നം. പലപ്പോഴും ഇവർ രക്ഷപ്പെടുന്നത് സിറ്റുവേഷൻ കഴിഞ്ഞ് പിന്നെയും 2 വർഷം കഴിഞ്ഞിട്ടാണ് കേസായിട്ട് മാറി കോടതിയിലേക്ക് വരുന്നത്. അപ്പോഴത്തേക്ക് എല്ലാവരുടെയും ചൂട് പോകും. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ വാശി. ഇപ്പോൾ UP-യിലായതുകൊണ്ട് വീഡിയോ ഇട്ടപ്പോഴേ പോലീസ് വന്ന് പിടിച്ചോണ്ട് പോയി. ഇവിടെ ആയിരുന്നു നടക്കുക. അതെ അതെ. ഏതായാലും കോടതികൾക്ക് ഒരു മാറ്റം ഉണ്ടാക്കാൻ ഡൽഹിയിലേക്ക് വന്ന മിസൈലിന് സാധിച്ചു. സത്യമാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.